നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൊടകര ഏരിയ കൺവെൻഷൻ പുതുക്കാട് നടത്തി. യൂണിയൻ പ്രസിഡന്റ് കോന്നിക്കര പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ ഒരു വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ച് 50 കിലോ തൂക്കമുള്ള മെഴുകുതിരി തെളിയിച്ചു. രാപ്പാൾ വീനസ് ക്ലബിന്റെയും ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ദിവ്യബലി, നവനാൾ തിരുക്കർമ്മങ്ങൾ എന്നിവയ്ക്ക് ഫാദർ ജോജോ എടത്തിരുത്തിക്കാരൻ കാർമ്മികനായി. ആഘോഷമായ തിരുനാൾ സമൂഹബലിക്ക് ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പ്രിജോ വടക്കേത്തല തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് ഫാദർ ജിയോ കുന്നത്തുപറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം തിരുനാൾ പ്രദർശനവും ഉണ്ടായിരുന്നു. ആകാശവർണ്ണ കാഴ്ചകളും ഒരുക്കിയിരുന്നു. വികാരി ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ, ജനറൽ കൺവീനർ ഓസ്റ്റിൻ തെക്കുമുറം, കൈക്കാരന്മാർ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്നവൻ പേര് നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബൊവനെർഗസ് എന്ന പേര് നൽകിയ സെബദി പുത്രന്മാരായ കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ ഒരു വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ച് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ 50 കിലോ തൂക്കമുള്ള മെഴുകുതിരി തെളിയിച്ചു. ഇരിങ്ങാലക്കുട രൂപതയിലെ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തീർത്ഥാടന കേന്ദ്രമായ താഴേക്കാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ നിന്നും വികാരി ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ തെളിയിച്ചു നൽകിയ ദീപശിഖ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കൊടുങ്ങയിലെത്തിയത്. കൊടുങ്ങ ആശാൻപടി ജംഗ്ഷനിൽ നിന്നും പേപ്പൽ പതാകകൾ ഏന്തിയ കുട്ടികളുടെയും യൂണിഫോം അണിഞ്ഞ അമ്മമാരുടെയും അകമ്പടിയോടെ ദീപശിഖ റാലിയെ പള്ളിയിലേക്ക് സ്വീകരിച്ചു. ജൂബിലി വർഷ കൺവീനർമാരിൽ നിന്നും മാർ പോളി കണ്ണൂക്കാടൻ ദീപശിഖ ഏറ്റുവാങ്ങി അൾത്താരയിൽ പ്രതിഷ്ഠിച്ച ജൂബിലി മെഴുകുതിരി തെളിയിച്ചു. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, മുൻ വികാരിമാർ, ഇടവകയിൽ നിന്നുള്ള വൈദികർ, കൈക്കാരന്മാരായ സജി പുത്തൻപുരയിൽ, പോൾസൺ പാലിയക്കര, ജയ്സൺ വടക്കുംചേരി, ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർമാരായ പോൾദാസ് കിഴക്കേ പീടിക, ഷാജു പള്ളിപ്പുറത്തുകാരൻ, ഷാൻഡോ മഞ്ഞളി തുടങ്ങിയവർ സന്നിഹിതരായി. തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹ ബലിയർപ്പണവും സ്നേഹവിരുന്നും ഉണ്ടായി. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൊടകര ഏരിയ കൺവെൻഷൻ പുതുക്കാട് നടത്തി. യൂണിയൻ പ്രസിഡന്റ് കോന്നിക്കര പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. PG ഷാജി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി MK അശോകൻ, CITU ഏരിയ സെക്രട്ടറി PC ഉമേഷ്, AK ബാലൻ, MK ചന്ദ്രൻ, TA കൃഷ്ണൻ, MA ഫ്രാൻസിസ്, ഷീജ വത്സൻ എന്നിവർ പ്രസംഗിച്ചു. കമ്പ്യൂട്ടറിനെ പറ്റി എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ സംസ്ഥാന തലത്തിലുണ്ടാക്കാൻ എത്ര മണിക്കൂറാണ്? 1 മണിക്കൂറുണ്ടായാൽ ഈ സംവിധാനം ഉണ്ടാക്കി സംസ്ഥാനത്താകെ എല്ലാ ജില്ലകളിലും ഈ കമ്പ്യൂട്ടറിൽ ബന്ധപ്പെട്ട് ഈ സോഫ്റ്റ്വെയർ 1 മണിക്കൂർ മതി. അതൊക്കെ ചെയ്യാത്ത നിർമ്മാണ തൊഴിലാളികളാക്കി കൊടുക്കണം. പിന്നെയും പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 1 മുതൽ പിന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് അടയ്ക്കേണ്ട സെസ്, കെട്ടിടവുമായിട്ടുള്ള അടയ്ക്കേണ്ട സെസ് പഞ്ചായത്തുകൾക്ക് അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അടപ്പിക്കാൻ ഉത്തരവായിരിക്കും.
രാപ്പാൾ വീനസ് ക്ലബിന്റെയും ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രാപ്പാൾ വീനസ് ക്ലബ് അങ്കണത്തിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. അനൂപ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ.എം. പുഷ്പാകരൻ, വാർഡംഗം കെ.കെ. പ്രകാശൻ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. ക്ലബ്ബ് സെക്രട്ടറി പ്രവീൺ പോൾ, ട്രഷറർ കെ.വി. രാജീവ്, വി.എൻ. വിനയകുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വീനസ് ക്ലബ്ബ് കൈവയ്ക്കാത്ത മേഖലകളില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാതൃകാ പ്രവർത്തനത്തിന് കൂടി ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഇന്ന് സംസ്ഥാനത്ത് തന്നെ നിരവധിയായ മാതൃകാ പ്രവർത്തനങ്ങൾ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കും. കുട്ടികളെ ഉയർന്ന പെർഫോമൻസിന്റെ ഭാഗമായിട്ട് ആദരിക്കുന്ന ചടങ്ങിൽ ഇപ്പോൾ പുതിയൊരു മേഖലയിലേക്ക്, സേവന മേഖലയിലേക്ക് വീനസ് ക്ലബ്ബ് വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പുതിയ വസ്ത്ര ഫാഷനുകൾ പുതുക്കാടിനെ പരിചയപ്പെടുത്താൻ ലാറ ഡിസൈനർ ബൊട്ടിക് പ്രവർത്തനം ആരംഭിക്കുന്നു. ലാറ ഡിസൈനർ ബൊട്ടിക്കിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണി തിങ്കളാഴ്ച രാവിലെ 9:30 നടക്കും. സീരിയൽ താരം അപ്സര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിക്കും. പുതുക്കാട് CG ഓഡിറ്റോറിയത്തിന് സമീപം പുളിക്കൻ ടവറിലെ 1ാം നിലയിലാണ് ബൊട്ടിക് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഭരത ഹോളി ട്രിനിറ്റി പള്ളിയിലെ പരിശുദ്ധ ത്രിത്വത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ ബിജു മീൻപുഴ കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ റിജോ വിതയത്തിൽ, ജനറൽ കൺവീനർ ബേബി മാളിയേക്കൽ, കൈക്കാരന്മാരായ ബേബി കാപ്പാനി, നിജോ കളമ്പനാത്തടത്തിൽ, ജോൺലി പാറത്തൊട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 27, 28 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. 27 രാവിലെ 6:45 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിജോ മാളിയേക്കൽ കാർമ്മികനാകും. തുടർന്ന് വാർഡുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്. വൈകിട്ട് 5 സെയിന്റ് സെബാസ്റ്റ്യൻ കപ്പേളയിൽ ലതീഞ്ഞ് നൊവേന, തുടർന്ന് ചെമ്പങ്കണ്ടം സെയിന്റ് മേരീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതാണ്. 28 രാവിലെ 10 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികനാകും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നിൽ സന്ദേശം നൽകും. മുകുന്ദപുരം താലൂക്ക് NSS യൂണിയൻ പുതുക്കാട് മേഖല തിരുവാതിരക്കളി മത്സരം മാഞ്ഞൂർ NSS കരയോഗം ഹാളിൽ നടത്തി. മുകുന്ദപുരം NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി KA രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ കൺവീനർ A ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കരയോഗം പ്രസിഡന്റ് രാഘവൻ, പ്രതിനിധി സഭാംഗങ്ങളായ രാജൻ, ഹരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. തിരുവാതിരക്കളി മത്സരത്തിൽ മാഞ്ഞൂർ കരയോഗം 1ാം സ്ഥാനവും നന്ദിക്കര കരയോഗം 2ാം സ്ഥാനവും നേടി. ജേതാക്കൾക്ക് താലൂക്ക് യൂണിയൻ സെക്രട്ടറി സമ്മാനം വിതരണം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡ് അംഗം സലീഷ് ചെമ്പാറയുടെ നേതൃത്വത്തിൽ 14ാം വാർഡ് യൂത്ത് വിങ്ങും വാർഡ് കുടുംബശ്രീ ADS കമ്മിറ്റിയും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തുന്നു. ജനുവരി 28 ഞായർ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പാലക്കപ്പറമ്പ് VLPU സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഗൈനക്കോളജി, പാത്തോളജി, ഓർത്തോപീഡിക്, ഒപ്താൽമോളജി, ഫാർമസി വിഭാഗങ്ങളിലായി വിദഗ്ധരായ മെഡിക്കൽ സംഘത്തിന്റെ പരിശോധന ഉണ്ടായിരിക്കുന്നതാണ്. ക്യാമ്പിന്റെ ഉദ്ഘാടനം TN പ്രതാപൻ MP നിർവഹിക്കും. രജിസ്ട്രേഷനായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9400722943, അടുത്ത നമ്പർ 9847457777, അടുത്ത നമ്പർ 8943159025. തൃക്കൂർ പറവട്ടാനി ബ്രഹ്മസമൂഹത്തിന്റെ ഈ വർഷത്തെ ശാസ്താപ്രീതി ചടങ്ങ് സംഘടിപ്പിച്ചു. ഗണപതി ഹോമം, ശാസ്താപൂജ, ക്രമാർച്ചന, ഭജൻസ് എന്നിവ ഒരുക്കിയിരുന്നു. H രാമനാഥൻ, H ബാലകൃഷ്ണൻ എന്നിവർ ഭജൻസും ശാസ്താവരവ് പാട്ടും അവതരിപ്പിച്ചു. സുരേഷ് വാദ്യാർ, മഹേഷ് വാദ്യാർ എന്നിവരായിരുന്നു ആചാര്യന്മാർ. പ്രസിഡന്റ് TS കൃഷ്ണൻ, സെക്രട്ടറി TA രാജരാമൻ എന്നിവർ നേതൃത്വം നൽകി. തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലെ പള്ളിവേട്ട തിങ്കളാഴ്ച നടക്കും. രാവിലെ 9:30 ശീവേലി എഴുന്നള്ളിപ്പ്, പെരുവനം സതീശന്മാരാർ പ്രാമാണികനായ പഞ്ചാരിമേളം എന്നിവ ഉണ്ടായിരിക്കും. 11:30 പ്രസാദൂട്ട് ആരംഭിക്കും. രാത്രി 8 പള്ളിവേട്ട എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവ നടക്കും. ചൊവ്വാഴ്ചയാണ് ആറാട്ട്. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു.
വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കൈക്കാരന്മാർ, ശതാബ്ദി ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 28-ന് ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടും. 100-ാം വർഷത്തിലെ 100 പരിപാടികൾ ചടങ്ങിൽ വിശദീകരിക്കും. ചെങ്ങന്നൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലെ സംയുക്ത തിരുനാൾ തിങ്കളാഴ്ച ആഘോഷിക്കും. തിരുനാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ റോയി വേളക്കൊമ്പിൽ സന്ദേശം നൽകും. ഫാദർ റെമി വടക്കനാണ് സഹകാർമ്മികൻ. വൈകുന്നേരം 4-ന് ഫാദർ ലിൻഡേഴ്സ് വെല്ലപ്പാടി കാർമ്മികനായ വിശുദ്ധ കുർബാനയും തുടർന്ന് പ്രദർശനം, വർണ്ണമഴ, ബാൻഡ് വാദ്യം നടക്കും. 23-ന് രാവിലെ 6-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ബലിയും വൈകുന്നേരം 4:30-ന് ജപമാലയും വിശുദ്ധ കുർബാനയും നടക്കും. രാത്രി 7-ന് ഗാനമേളയും ഉണ്ടായിരിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം 24-ന് രാവിലെ 9:30-ന് കോടാലി ധർമ്മശാസ്ത്ര ഹാളിൽ നടക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ് ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിക്കും. കലാമത്സരങ്ങളും ഉണ്ടായിരിക്കും. ഭക്തിഗാന ആൽബമായ ചെമ്പട്ടഴകിന്റെ ഓഡിയോ പ്രകാശനം കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് കവിയും ഗായകനുമായ പ്രകാശൻ ഇഞ്ചക്കുണ്ട് നിർവഹിച്ചു. ആൽബത്തിന്റെ സംവിധായകൻ അജയൻ മുദ്ര, സംഗീത സംവിധായകൻ അരുൺ നന്ദിക്കര, ബെന്നി താഴേക്കാടൻ, സൈറ്റ് കൃഷ്ണൻകുട്ടി. ഗാനം ആലപിച്ച ദേവിക അരവിന്ദൻ, അപർണ ജയൻ, സീതാലക്ഷ്മി ഇരിഞ്ഞാലക്കുട, ക്ഷേത്രം തന്ത്രി മിഥുൻ രാമചന്ദ്രൻ, ക്ഷേത്രം പ്രസിഡന്റ് സുധൻ ആളോൻ, സെക്രട്ടറി സജീവൻ കൈലാൻ എന്നിവർ സന്നിഹിതരായി. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് കൗൺസിലേഴ്സ്, അക്കൗണ്ടന്റ്സ്, മെർക്കൻഡൈസേഴ്സ്, ടെലികോളേഴ്സ്, സെയിൽസ് സൂപ്പർവൈസേഴ്സ്, ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്സ്, ഇലക്ട്രീഷ്യൻസ്, ഡിപ്പോ അസിസ്റ്റന്റ് മാനേജേഴ്സ്, ഷീറ്റ് ഫാബ്രിക്കേറ്റേഴ്സ്, ഗേറ്റ് ഫാബ്രിക്കേറ്റേഴ്സ്, പോളിഷിംഗ് വർക്കേഴ്സ്, അസിസ്റ്റന്റ് ഫിറ്റേഴ്സ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് 2024 ജനുവരി 23-ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 4 വരെ ഇന്റർവ്യൂ നടത്തും. MBA, MCOM അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദമോ +2, VHSC, ഡിപ്ലോമ, ITI, ഇലക്ട്രീഷ്യൻ, SSLC ഉള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർ ആയിരിക്കണം. തൃശൂർ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ വാട്സാപ്പ് നമ്പർ 9446228282, ലാൻഡ് ഫോൺ നമ്പർ 048723333742. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. കോടാലി പെരിങ്ങാമ്പ്ര ബാലകൃഷ്ണൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചന്ദ്രികയാണ് ഭാര്യ. മക്കൾ നീതു, നിഖിൽ. മണ്ണമ്പേട്ട പൂക്കോട് കിഴക്കേടത്ത് മനക്കൽ ഷീല അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജനാർദ്ദനനാണ് ഭർത്താവ്. അനാമിക മകളും മനു മരുമകനുമാണ്. ചെങ്ങന്നൂർ സൂര്യഗ്രാമം തൈപ്പറമ്പ് സുകുമാരന്റെ മകൻ വിനോദ് കുമാർ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങന്നൂർ സ്നേഹപുരം ഈഴവപ്പടി ഭാസ്കരന്റെയും ലീലയുടെയും മകൻ അജീഷ് അന്തരിച്ചു. 48 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിയൂൾ ആണ് ഭാര്യ. മക്കൾ അദ്വൈത്, അഭിനവ്, ആദിലക്ഷ്മി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൊടകര ഏരിയ കൺവെൻഷൻ പുതുക്കാട് നടത്തി. യൂണിയൻ പ്രസിഡന്റ് കോന്നിക്കര പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ 1 വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ച് 50 കിലോ തൂക്കമുള്ള മെഴുകുതിരി തെളിയിച്ചു. രാപ്പാൾ വീനസ് ക്ലബിന്റെയും ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.